ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 1-2 ദിവസമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ മഴയൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിലൊരു മീൻ കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ചധികം തേങ്ങയും ഒരു 2-3 ചെറിയ ഉള്ളിയും അതുപോലെ കറിവേപ്പിലയും എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2-3 ഉണക്ക കാന്താരിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. വറുത്തെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് തണുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് തണുത്ത് ഞാൻ മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മീനൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ട് ചൂരമീനാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പിൻ്റെ കൂട്ടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ നല്ല അടിപൊളിയാണ്. കപ്പയുടെയൊക്കെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഈ ഒരു കറി. അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്യാസൊക്കെ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു 2 ചെറിയ കഷ്ണം പുളിയും കൂടി ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ പുളിക്ക് എരിവിനും അനുസരിച്ചുള്ളത് വേണം ചേർക്കാൻ കേട്ടോ. ഞാനതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ വെന്ത് ആ ചാറൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് കടുകും കൂടെ പൊട്ടിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കടുക് പൊട്ടിക്കുന്നൊന്നും കാണിച്ചു തരുന്നില്ല. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.